ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ചെന്നൈയിൽ വെറും 2 ദിവസത്തേക്ക് പ്ലാൻ ഇട്ടിട്ടാണ് വന്നത്. പക്ഷേ എങ്കിൽ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 5 ദിവസമായേ. തിരിച്ച് റിട്ടേൺ എടുക്കാതെ വന്നത് കാരണം തിരിച്ചു പോകാൻ ടിക്കറ്റ് ഇല്ല. അത് കാരണം ദേ ഇവിടെ തന്നെ നിൽക്കേണ്ടി വന്നു. പിന്നെ ഇനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് ഡ്രസ്സുകൂടെ ആവശ്യമുണ്ട്. എന്നാൽ പിന്നെ അടുത്ത് തന്നെ ഒരു മാളിലോട്ട് പോയേക്കാമെന്ന് വിചാരിച്ചേ. ക്യാബൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് താഴോട്ട് ഇറങ്ങി വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് അയാൾ ക്യാൻസൽ അടിച്ചിട്ട് പോയേ. കാരണം കുറച്ച് ലേറ്റായി താഴെ എത്താൻ. ആ നേരത്തിന് പുള്ളി പോയത് കാരണം പിന്നെ അടുത്തത് ബുക്ക് ചെയ്യേണ്ടി വന്നു. അങ്ങനെ നോക്കി ഇന്ന് അവസാനം നമുക്ക് വണ്ടി കിട്ടിയിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ മാളിന് മാത്രം ഒരു ക്ഷാമവും ഇല്ല, ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഏത് വേണമെന്ന് മാത്രമുള്ളൊരു കൺഫ്യൂഷനേ ഉള്ളൂ. എന്തായാലും തൊട്ടടുത്തുള്ളടത്ത് തന്നെ കയറിയേക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ താഴെ വന്നപ്പോഴത്തേക്കും മാള് ഭയങ്കര വിജനംഭിച്ച് കിടക്കുമായിരുന്നു. അത് കാരണം ഇതിൻ്റെ സ്ഥലമൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി താഴെ തന്നെ മാപ്പം വെച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ നമുക്ക് പോകേണ്ട ലക്ഷ്യം നോക്കി വെച്ചിട്ട് ഞങ്ങൾ നേരെ മുകളിലോട്ട് പോയി. ഏറ്റവും മുകളിൽ ഡ്രസ്സിൻ്റെ സെക്ഷനൊക്കെ അപ്പം നോക്കിയപ്പോഴത്തേക്കും അവിടെ മാക്സ് എന്ന് എഴുതി വെച്ചിട്ടും ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ അവിടെ തന്നെ കയറിയേക്കാന്ന് ഓർത്തെ അങ്ങനെ നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചു. ഇനി ഇവിടെ നിന്ന് ഇവൻ്റെ ഡ്രസ്സെങ്കിലൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ പോകാനായിട്ട്. അങ്ങനെ ഒടുവിൽ നടന്ന് മാക്സ് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നേരെ ഇവിടെ നിന്ന് ഇറങ്ങാനാണ് പ്ലാന്. കാരണം കഴിഞ്ഞ ദിവസം ടി നഗർ പോയിട്ട് ഒന്നും നടന്നില്ലല്ലോ. അത് കാരണം ഇന്നൊന്ന് പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് വെട്ടത്തിലും വെളിച്ചത്തിലൊക്കെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒരു പാതിരാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇറങ്ങാമല്ലോ. അങ്ങനെ തിരിച്ച് റൂമിലും പോയി ഡ്രസ്സും മാറി നേരെ ഫുഡ് അടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടേ. കൂടെയാണെങ്കിൽ ഒരു മട്ടൺ സൂപ്പും അവനാണെങ്കിൽ മഷ്റൂം സൂപ്പുമാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഗ്രിൽഡ് ചെയ്ത ഫിഷും വന്നിട്ടുണ്ട്. ഇനി ഇതും ഒന്ന് തീർത്തിട്ട് വേണം ടി നഗർ പോകണോ വേണ്ടിയോ എന്ന് ആലോചിക്കാനായിട്ട്. കാരണം വയറ് നിറഞ്ഞാൽ പിന്നെ ഒന്നിനൊരു മൂഡ് കാണത്തില്ല. എന്തായാലും ഇനി ഇത് കഴിച്ച് കഴിഞ്ഞ് കാണാം. അങ്ങനെ അവിടെ നിന്ന് ഫുഡും ഒക്കെ അടിച്ച് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി മെട്രോ കയറി ടി നഗറിലോട്ട് എത്താമെന്നായിരുന്നു പ്ലാന്. അങ്ങനെ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് വണ്ടിയും പിടിച്ച് നേരെ പോവുക. അങ്ങനെ കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. വന്നപ്പോൾ തന്നെ അത് കറക്റ്റ് വണ്ടിയും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിത് ടി നഗറിലും എത്തിയിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുവന്ന ഓട്ടോക്കാരൻ കൊണ്ടുവന്ന് സൈഡിൽ കൊണ്ട് ഇറക്കി വിട്ടിട്ട് പോയി. കാരണം മാർക്കറ്റിനകത്തോട്ട് അയാൾ കയറുന്നില്ല എന്ന് പറഞ്ഞു. ഇതിലങ്ങ് നേരെ നടന്നോളാൻ പറഞ്ഞത് കാരണം വെച്ച് പിടിച്ചു അങ്ങോട്ടെ. പക്ഷെ നഷ്ടമൊന്നും വന്നില്ല. അതേ സൈഡിലെല്ലാം ഇഷ്ടം പോലെ കടകളും ഉണ്ടായിരുന്നു. അപ്പോൾ കാഴ്ചകളും ഉണ്ടായിരുന്നല്ലോ. കൂടുതലും ഈ മാലയും കമ്മലും ഒക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. വളകളും പിന്നെ ഇതുപോലെ കട്ട് ഫ്രൂട്ട്സ് എല്ലാം ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒന്നും ട്രൈ ചെയ്തില്ല. കാരണം ചെന്നൈ വന്നിറങ്ങിയപ്പോൾ ഒറ്റ ട്രൈയോടെ തന്നെ എനിക്ക് ട്രൈ മതിയായി. അങ്ങനെ നേരെ മാർക്കറ്റിനകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഒരു കടയുണ്ടെന്ന് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറേ കടകൾ ഏതൊക്കെയാണ്. കാരണം അവിടെ ചെന്ന് കയറുമ്പോഴത്തേക്ക് ഒത്തിരി കടകൾ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ്. അപ്പോൾ ബെറ്റർ ആയിട്ടുള്ള ഒരു കട നോക്കി വെക്കുവാണെങ്കിൽ അവിടെ അങ്ങ് കയറിയാൽ മതിയല്ലോ. ബാക്കിയൊക്കെ പിന്നെ കണ്ടങ്ങ് പോകാമല്ലോ. അങ്ങനെ ഞങ്ങളിത് ഇതിലെല്ലാം നടന്ന് തപ്പിക്കൊണ്ടിരിക്കുക. കുറച്ചങ്ങ് നടന്നാൽ മതി. നേരെ നടന്നാൽ മാർക്കറ്റിലോട്ടാന്ന് പറഞ്ഞിട്ട് നടന്ന് ഒരു പരുവായി. അവസാനം ഇത് എവിടെയാണ് മാർക്കറ്റ് തുടങ്ങുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല. കുറേ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ജംഗ്ഷൻ പോലെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇപ്പോഴാണ് നമ്മൾ പറഞ്ഞ സ്ഥലം എത്തിയതെന്ന്. ആ പുള്ളി വല്ലാത്തൊരു തേപ്പായിപ്പോയി അങ്ങോട്ട് തന്നത്. ഉള്ളിലോട്ട് കയറുന്നതനുസരിച്ച് നല്ല തിരക്കാണ്. ഞാനോർത്ത ദിവസം മാത്രമേ ഉള്ളൂ ഇവിടെ തിരക്കെന്ന്. പക്ഷേ അങ്ങനെയല്ല, എപ്പോൾ വന്നാലും ഇവിടെ തിരക്ക് തന്നെയാണ്. രാത്രിയാവുന്നതനുസരിച്ച് തിരക്ക് കൂടി വന്നുകൊണ്ടിരിക്കും. അങ്ങ് വഴിയിൽ നിന്ന് നടന്നത് കാരണം മാർക്കറ്റിനുള്ളിലോട്ട് എത്തിയപ്പോൾ വീണ്ടും ഇരുട്ടി തുടങ്ങി. എന്തായാലും ഇനിയിപ്പോൾ തിരിച്ചു പോകുന്നില്ല എന്ന് ഓർത്തുകൊണ്ട് ആദ്യത്തെ കടയിൽ തന്നെ നമുക്ക് കയറിയേക്കാമെന്ന് വിചാരിച്ചേ. കുറച്ചങ്ങോട്ട് നടക്കേണ്ടി വന്നു എന്തായാലും. അങ്ങനെ കുറേ നടന്ന് ഒടുവിൽ ഞാൻ കണ്ടെത്തിയ കടയിലെത്തിയിട്ടുണ്ട്. ആദ്യം എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ മാലകളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മളവിടെ നല്ല റേറ്റ് വരത്തില്ലേ. ഇതിവിടെയൊക്കെ 100 രൂപ 90 രൂപ ആ റേഞ്ചിലൊക്കെ കിടപ്പുണ്ട്. പിന്നെ ആണെങ്കിൽ ഇഷ്ടം പോലെ വളകളുണ്ട്. വള, മാല, കമ്മൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഏറ്റവും കൂടുതലുള്ള. പിന്നെ ഞാൻ ഓരോന്ന് വെച്ച് തപ്പാൻ തുടങ്ങി. കാരണം ഇതിനിടയ്ക്കുന്ന സൈസൊക്കെ കണ്ടുപിടിക്കണ്ടേ. അങ്ങനെ നോക്കി ഞാൻ എൻ്റെ പരിപാടി തുടങ്ങി. സ്റ്റോണൊക്കെ വെച്ച് കഴിഞ്ഞാൽ 12 സെറ്റ് വളയ്ക്ക് 88 രൂപയെ നമ്മുടെ ഇവിടെ വരുന്നുള്ളൂ. അങ്ങനെ ഞാനെല്ലാം നോക്കാൻ തുടങ്ങി.
സത്യം പറഞ്ഞാൽ ഈ ഒരൊറ്റ കട കയറിയാൽ മതി, സമയം പോകുന്നതേ അറിയത്തില്ലേ. കാരണം ഇതുമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും തന്നെ നേരെ ഒത്തിരി ആയിട്ടുണ്ടായിരുന്നു. അകത്തോട്ടൊന്നും കയറാൻ പോലും ടൈം കിട്ടിയില്ല. ഈ ഒരു കട തന്നെ അത്രേ ഉള്ളിലോട്ടുണ്ട് അങ്ങ് കയറുവാണെങ്കിൽ. അങ്ങനെ അവിടുത്തെ വളകളും കമ്മലും എല്ലാം നോക്കി നോക്കി കുറേ നേരം പോയി. ലാസ്റ്റ് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ വാരിക്കൂട്ടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടുത്തെ പരിപാടി മതിയാക്കി.